ഈ ഏരിയ മൊത്തം ചെരുപ്പാ. എന്താ സ്റ്റീലിന്റെ കൊരി, ഗ്ലാസ് ചെറുത്. ഇത് സെറ്റ് എത്ര? 120 റുപ്യ. ആ 800 റുപ്യ ഉള്ളൂ. 800 റുപ്യ ഉള്ളൂ, നോക്കി നോക്ക്. ഇതാണ് നോക്കാൻ ശിവാജി നഗർ കൊമേഴ്സ്യൽ ഏരിയ സ്റ്റാർട്ടിങ്. എന്റെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്. അതെ ആളില്ലല്ലോ. ഏതെടുത്തോ, ഈ കാണൊക്കെ എടുത്തോ. കൊമേഴ്സ്യൽ ഏരിയ സ്റ്റാർട്ടിങ് ആണ്. ഇത് കുറച്ച് അത്യാവശ്യം ബ്രാൻഡഡ് ഏരിയ ആണ്. ഞാൻ ലോക്കൽ ഏരിയ നമുക്ക് ഒറ്റ ഏരിയ കാണിച്ചത്. ഇവിടെ ഇപ്പം മഴ ചെയ്തോണ്ടാന്ന് തോന്നുന്നു ആരും ഇല്ല, കുറവാ. നമുക്ക് അത് ലക്കിലെത്തണം. എന്നിട്ട് ഇവിടെ റൈറ്റ് കഴിഞ്ഞാൽ എന്തായി, നമ്മളെപ്പോലത്തെ ആൾക്കാർക്കുള്ള സാധനം കിട്ടുന്നത്. ഞാൻ കാണിച്ചിട്ട് റേറ്റ് കുറവുള്ള ഒരുപാട് സ്ഥലം ഞാൻ കാണിച്ചുതരാം. ഇന്ന് ഫോണിൽ ചാർജ് ഒക്കെ ഉണ്ടാവും, ധൈര്യത്തിൽ പോവാം. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഒരു ഉപകാരമുള്ള വീഡിയോ കണ്ടോളി. ചക്ക ഊബർ 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 അല്ലേ, ഞങ്ങൾക്ക് ഉപകാരമുള്ള ഞാൻ കാണിച്ചുതരാം. ഫുള്ള് വിലക്കുറവും ഡ്രസ്സിനൊക്കെ നല്ല കുറവാണ്. നമ്മളെ ഈ ആണോ 500, 600, 250 വിലാസ. നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ വരിക, മൊത്തം പർച്ചേസ് ചെയ്യുക. ചെറിയ ചെറിയ പൈസ ഉള്ളൂ ഇവിടെ. കുട്ടികളുടേത് അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ഞാൻ കാണിച്ചിട്ട് ഇവിടുന്ന് വാങ്ങണം എന്നുള്ളത്. ഇവിടെയൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഈ പുറത്ത് കിട്ടണമല്ലോ, ഇവിടെയൊക്കെ കുറവുണ്ടാവും. ഇങ്ങനത്തെ ഒന്നും വാങ്ങുകയേ ചെയ്യരുത്. വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് അടപ്പടലം. എനിക്ക് ബാഗ് വെറൈറ്റി വെറൈറ്റി ബാഗ് ഇങ്ങനത്തെ ഒന്നും വാങ്ങരുത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ലോക്കൽ സാധനങ്ങൾ. കുറച്ചുകൂടെ നല്ല സാധനം കിട്ടുന്ന ഏരിയകളുണ്ട്. അവിടെ എത്തണില്ല. ഇത് എത്ര നടക്കാനുള്ളറിയോ? കുറച്ചൊന്നുമില്ല, കണ്ടമാനം നടക്കാണ്ട്. ഇത്ര നേരോളം നടക്കാറുണ്ട്. കാലിൻ്റെ വേദന അങ്ങോട്ട് പോകണം. എവിടെ പോയി എൻ്റെ കൂടെ വന്നത്? കാണുന്നില്ലല്ലോ. അത്യാവശ്യം തിരക്കിലോട്ടെത്തി. തിരക്കിലോട്ടല്ല, കടകൾ കുറച്ചുകൂടെ അടുപ്പിച്ചെത്തി. ഇതാണ് കൊമേഴ്സ്യൽ ഏരിയ തുടക്കം കേട്ടോ. ഇവിടെ ട്രാഫിക് നമ്മുടെ ഫുള്ള് തിരക്കേക്കാണ്. അങ്ങോട്ടാ, അങ്ങോട്ട് പോകല്ലേ? ഇവിടെ ഭയങ്കര തിരക്ക്, നല്ല ക്രൗഡാണ്. ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് ഫുള്ള് വിലക്കുറവുള്ള സാധനങ്ങളും ഒക്കെ കിട്ടും. ഇങ്ങോട്ട് നോക്കി തിരക്ക് ഒക്കെ തന്നെ പരിപാടി. ചെരുപ്പ് നോക്കി നോക്കാം, രക്ഷയില്ല. എത്ര ചെരുപ്പ്? ഏത് ഏതാണ്ട് ചെരുപ്പൊക്കെ? ഈ ഏരിയ മൊത്തം ചെരുപ്പാ. എന്താ ഇവിടെ നിന്ന് തൊട്ട് അതലക്കൽ വരെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ഈ ചെരുപ്പുണ്ടല്ലോ, അത് മൊത്തം 100 റുപ്യ. ഇവിടെ അങ്ങോട്ടേക്കുള്ള 150 റുപ്യ. പിന്നെ അത് 300 റുപ്യ. ഇവിടെ 200 റുപ്യ ഷൂ ടൈപ്പ്. ഇത് 200 റുപ്യ. കുട്ടിയുള്ള ചെരുപ്പുണ്ട്. ചെരുപ്പ് കയറൊന്ന് കൊണ്ടാട്ടിക്ക് കൊടുക്കാം, ഒന്ന് കുട്ടിക്ക് കൊടുക്കാം അല്ലേ, നോക്കട്ടെ. ഇനി ആർക്കെങ്കിലും പിന്നെ നമ്മളെ ബ്രൈഡ് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, നേരെ വന്ന ഈ ബിൽഡിംഗ് കിട്ടും. ഈ ബിൽഡിങ്ങിന്റെ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പിടിച്ചാൽ ഫുള്ള് ബ്രൈഡിന്റെ സാധനം. അത് ഞാൻ കാണിച്ചു തരാം. പുതപ്പ് ഐറ്റംസുകൾ, പിന്നെ കർട്ടന്, പാത്രങ്ങള്, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പാവം അപായ, ഫുള്ള അപായ. സ്റ്റീലിന്റെ കൊരി, ഗ്ലാസ് ചെറുത്, പാത്രങ്ങൾ, സ്പൂണ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ എത്ര വരുന്നത്? എത്രയാണോ അതോ വിലയില്ല, ഇത് ചെറിയ പൈസ ഉള്ളൂ. പിന്നെ ഇനി അടുത്തതാ ഈ സാധനം. ഇത് സെറ്റിന് എത്ര? 120 റുപ്യ. 120 അങ്ങനെന്തോ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വില വെച്ചാൽ 120 ഉള്ളൂ. ഓക്കെ, ഞാൻ അടുത്തത് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പപ്പടക്കോല് വരെ ഉണ്ട് കേട്ടോ. അവിടെ എന്റെ ഒപ്പം വന്ന രണ്ടാൾക്കാരെ കാണാനില്ല. എന്റെ കൂടെ വന്ന രണ്ടാളെ കാണാനില്ല. എവിടെ പോയി? എന്റെ കൂടെ വന്ന രണ്ടാളെ കാണാനില്ല. നോക്കാം, നോക്കിക്കോ.
നോക്കണേ നോക്കിയോ, നോക്കാൻ പൈസ കൊടുക്കണ്ട. ആ 800 ഉള്ളൂ, 800 ഉള്ളൂ, നോക്കി നോക്ക്. ഞാൻ ഐറ്റംസ് ഒക്കെ 800 താഴെ 800 മേലൊക്കെ പോയി. ഈ സാധനമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിട്ട് ഒഴിവാക്കിയത്. ഓക്കെ, ഇതിനാരായേ 800, 800 ആ 1200 സാധനത്തിനൊക്കെ 800 നോക്കിയാ അടിപൊളി സാധനം കേട്ടോ. മൊത്തം സാധനം മൊത്തം തന്നെയാണ് ഒരു സാധനമാണ്. ഇതൊക്കെ നോക്കി 1200. നാട്ടിൽ പോയാൽ ഈ സാധനത്തിനൊക്കെ എന്താ റേറ്റ്? നാട്ടിൽ പോയാൽ ഭയങ്കര റേറ്റ് അല്ലേ. 15,000 20,000 ഇവിടെ 3000 4000 കൊണ്ട് വാങ്ങാൻ പറ്റും. അതാണ് ഇതിന്റെ സുഖം. ഇതൊക്കെ പാകിസ്ഥാനിയാണ്. നാട്ടില് 1200 1300 800 റേറ്റ്. മാന്തി പറിച്ചുകൊണ്ട് എടുക്കേണ്ടി വരും. അടിപൊളി സാധനങ്ങളാണ്. എന്നാ ക്യാമറ കാണുന്നുണ്ട്, ക്യാമറയ്ക്ക് നോക്ക്, ക്യാമറയ്ക്ക് നോക്ക്. കാണുണ്ടോ? ഇതൊക്കെ കുപ്പായൊക്കെ ഉണ്ടല്ലോ ഇവിടെ, കണ്ടോ കണ്ടോ? 1200 റേഞ്ചൊക്കെ ഉള്ളൂ. അടിപൊളി സാധനം. ഇഞ്ചുണ്ടോ? എന്നാ ഞങ്ങൾ രണ്ടാളുണ്ട് കേട്ടോ, ഞങ്ങൾ രണ്ടാളുണ്ട്. ഇതാ ചിരിച്ച ആയി പറഞ്ഞ, ആയി പറഞ്ഞ, ആയി പറയും, ആയി പറയും. ഓ സാധനം നോക്കി ഇത് സാധനം. ഇവിടെ ഓരോ കടക്ക് ഓരോരോ പേര്, ഓരോ നമ്പറുകളുണ്ടാവും ഷോപ്പിന്. സാധനം നോക്കിയുണ്ട് 5000 10,000 സാധനം 2000 2500 3000 മാക്സിമം പോയാൽ 4000 പോകും. ഉമ്മ ഇവിടെ ഉണ്ട്, ഉമ്മച്ചി തൂപ്പാട്ടാ. ഇതൊക്കെ ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ. ഇത്രേ ഉള്ളൂ ഇവിടെ. ഇത് അതിനായിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, കണ്ടാ അതാണ് ഇവിടുത്തെ വിശേഷം. നമുക്ക് തിരിഞ്ഞു പോരെ. സാധനം വാങ്ങൂലേ, അത് വേറെ. ഈ ചങ്ങാതിനെ വെച്ചിട്ട് അങ്ങനെ സാധനം വാങ്ങ. നീ നോക്കിയാ ഹായ് പറഞ്ഞ. നാട്ടില് 15,000 വരുന്ന സാധന 1500 3000 ഉള്ളൂ. മാക്സിമം പോയാൽ 3000 ഉള്ളൂ ഇതിന്റെ റേറ്റ്. രക്ഷിക്കത് സാധനം നമുക്ക് ക്വാളിറ്റിയുള്ള സാധനമാണ്. അതാണ് ശിവാജി നഗറിൽ വന്നുള്ള സുഖം. ഇവിടെ നിന്നുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വാടകയ്ക്ക് 4000 5000 എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിനവിടെ കൊടുക്കും. അപ്പൊ ആർക്ക് പോയി പൈസ എടുത്ത് ഉദ്ദേശിക്കുന്ന 2 കല്യാണമൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ നടക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോവാ. ഒരുപാട് പൈസ ലാഭം. ഈ കാണുന്ന മുതലും ആർട്സ് വേണം 800 300 രൂപ. നാട്ടിലൊക്കെ എന്തായാലും ഒരു സംഖ്യ ഉണ്ടാവും അല്ലേ? എന്താ പൊന്നിയോ. അയ്യോ, അങ്ങനെ നടന്ന സമയത്ത് നോക്കി 7 മണിയായി. പിന്നെ തിരക്ക് കൂടി 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 വരാം. അപ്പോ ഈ കാണുന്ന ഷോപ്പിലാ, ഈ കാണുന്ന അവിടെ ഞാൻ ഡ്രസ്സ് എടുത്തു കുട്ടിക്ക്. നല്ല ബ്രാൻഡ് സാധനം 150 160 റേഞ്ച് വരുന്നുള്ളൂ. ഈ കാണുന്ന ഷോപ്പ് കേട്ടോ, ആ റേഞ്ച് വരുന്നുള്ളൂ. നല്ല ബ്രാൻഡ് സാധനം കുട്ടികൾക്ക് എടുക്കണമെങ്കിൽ ടീഷർട്ടിനൊക്കെ ആ റേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, നല്ല ക്ലോത്ത് ആണ്. അപ്പൊ ഞാനൊന്നും എടുത്തു. ഇവിടെ പുറത്തുനിന്നൊക്കെ എടുക്കുന്നേക്കാളും നല്ല അവിടെ നിന്ന് എടുത്തപ്പോൾ വിലക്കുറവാണ്, നല്ല സാധനമാണ്. നമ്മൾ തുടിയൊന്നൊക്കെ എടുക്കില്ല അതുപോലൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങളിത് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് സാധനം വാങ്ങി, ഓന് കുറച്ച് സാധനം വാങ്ങി. ഇനി നേരെ റൂമിലോട്ട് പോവാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ അത് മഴ ആയതുകൊണ്ട് ഇപ്പം ക്രൗഡ് വളരെ കുറവാണ്. ഇതിനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, അവിടെ കാണിച്ചാൽ ഞാൻ മറന്നു. അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.